തൻ്റെ പ്രിയ മക്കൾക്ക് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷ അവർക്ക് ലഭ്യമാകുന്നത് തിരുസഭയിലൂടെയാണ്. കൂദാശകളിലൂടെയും വിശ്വാസ ജീവിതത്തിലൂടെയും കർത്താവ് നൽകിയ മാതൃകയനുസരിച്ചുള്ള നിസ്വാർത്ഥ സ്നേഹത്തിലൂടെയും ദൈവമക്കളെന്ന അതുല്യ സ്ഥാനത്തേക്ക് മനുഷ്യൻ ഉയർത്തപ്പെടുന്നു. അവരെ അനുനിമിഷം കൈപിടിച്ചു നടത്തുന്നതിനും കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിനും നല്ല ഇടയനായ തൻ്റെ സ്ഥാനത്തു നിന്നുകൊണ്ട് ശരിയായ നേതൃത്വം നൽകി വളർത്തുന്നതിനും അവിടുന്ന് നിയോഗിച്ച ഈ ലോകത്തിലെ ഇടയന്മാരാണ് വൈദികർ. തങ്ങളുടെ വിളിയനുസരിച്ചുള്ള ജീവിതം ദൈവത്തിന് പ്രീതികരമാം വിധം സമർപ്പിച്ചുകൊണ്ട് നമുക്കിടയിൽ ജീവിക്കുമ്പോൾ അവരുടെ ദൈവവിളി അർത്ഥവത്തായി മാറുന്നു. വള്ളോപ്പള്ളി പിതാവിൻ്റെയും കൈപ്പിൻ പ്ലാക്കലച്ചൻ്റെയും ഏറെ പ്രത്യേകമായി വിശുദ്ധ അൽഫോൻസാമയുടെയും ശക്തമായ സ്വാധീനം നരിപ്പാറയച്ചൻ്റെ ജീവിതത്തിൽ ആദ്യഘട്ടം മുതൽ അദ്ദേഹത്തെ വഴി നടത്തിപ്പോന്നു. SSLCക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് നേടി പ്രശംസനീയമായ രീതിയിൽ വിജയിച്ചപ്പോൾ തനിക്ക് ഏതു തൊഴിൽ മേഖലയും തിരഞ്ഞെടുക്കാനാകുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു വൈദികനാകുവാനുള്ള തീരുമാനം സംശയലേശമന്യേ കൈക്കൊണ്ടു. ആദ്യകാലങ്ങളിൽ ആ കാലഘട്ടം ആവശ്യപ്പെടുന്നതും അടിയന്തര സ്വഭാവത്തോടു കൂടിയതുമായിരുന്ന ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം സ്തുത്യർഹമായ വിധം നേതൃത്വം നൽകിയിരുന്നു. 50 വർഷം മുമ്പ് സേവനം ചെയ്ത ഇടവകകളിലെ അംഗങ്ങളെയും അന്യമതസ്ഥരെയും പോലും അച്ഛൻ ഇന്നും വ്യക്തമായി ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. അവരുടെ പേരും രൂപഭാവങ്ങളും അദ്ദേഹത്തിന് മനപ്പാഠമാണ്. കർത്താവിന് ഏറ്റവും പ്രിയങ്കരനായൊരു പുരോഹിതനായി അരനൂറ്റാണ്ട് തികയ്ക്കുമ്പോൾ നരിപ്പാറയച്ചൻ്റെ ജീവിതത്തിലൂടെ കണ്ണോടിച്ചാൽ എല്ലാം കൊണ്ടും മാതൃകാപരമായൊരു സമർപ്പണ ജീവിതത്തിൻ്റെ ചിത്രമാണ് വ്യക്തമാവുക. പ്രവർത്തനങ്ങൾ കൊണ്ട് അങ്ങനെയായിരുന്നപ്പോൾ തന്നെ തൻ്റെ ജീവിത രീതികളും വ്യക്തിപരമായ ശീലങ്ങളും പോലും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനൊരു ഉദാഹരണമാണ് നരിപ്പാറയച്ചൻ്റെ വസ്ത്രധാരണ ശൈലി. 50 വർഷത്തിനിടെ ഒരിക്കൽ പോലും ലോഹ ധരിക്കാത്ത നരിപ്പാറയച്ചനെ ആരും കണ്ടിട്ടില്ല എന്നത് ഈ കാലഘട്ടത്തിൽ അതിശയകരമാണ്. അത്തരം കാര്യങ്ങളിൽ പോലും അദ്ദേഹം പുലർത്തിയിരുന്ന നിഷ്കർഷ ശക്തമായിരുന്നു. 60 ജൂലൈ 16 ലോഹ ഇട്ടത്. അതിനുശേഷം മുഴുവൻ സമയത്തും ലോഹ. ബോംബെ പോയി ബാംഗ്ലൂർ പോയി എല്ലാവരും ലോഹ ഇട്ടുണ്ടാകും. ട്രെയിനിൽ പോയാലും ബസ്സിൽ പോയാലും ലോഹ ഇട്ടുണ്ട് യാത്ര. ഇപ്പോൾ ഈ കുടിശ്ശിയില്ലാതെ ഒരു കാര്യം നടക്കുകയെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് ഞാൻ തിരിച്ചില്ലോ. പക്ഷേ അനുകരിക്കാൻ ആളുകൾ വേറെ കാര്യം എന്ന് പറയാൻ ലോഹ എപ്പോഴും ഇടാൻ പറ്റുമെന്ന് തെളിയിക്കാൻ വേണ്ടി അതും സാധിച്ചു അല്ലേ. പക്ഷേ അനുകരിക്കാൻ ആൾ കുറവാണ്. അത് ഞാൻ പറയാറുണ്ട്. പിന്നെ സൈലൻറ്റ് വാലിയിലെയും സിംഹവാലം കുരങ്ങിൻ്റെ വംശാവലി അറ്റുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ലോഹയായിട്ട് അച്ഛന്മാരുടെ വംശാവലി അറ്റുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ചുപേരൊക്കെ ഇപ്പോൾ ഒഴിവാക്കി. കുറച്ചുപേരുണ്ട്, തീർത്തിലൊന്നാകുന്നില്ല. അതൊക്കെ വേണമെങ്കിൽ പറ്റും. ഒരാൾക്ക് പറ്റും, എല്ലാവർക്കും പറ്റുന്നില്ല. അത് വേണം വേണ്ടെന്ന് വെക്കുന്ന വ്യത്യാസം അത്രേ ഉള്ളൂ. നരിപ്പാറയച്ചൻ സഞ്ചരിച്ച വീഥികളിലെല്ലാം ശക്തമായൊരു ദൈവിക ഇടപെടൽ ദൃശ്യമായിരുന്നു. സാമ്പത്തികമായും സാമൂഹികമായും ഏറെ പരിമിതികളെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതായി വന്ന അവസരങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ വക്താവായി മാറുവാൻ അച്ഛന് കഴിഞ്ഞിരുന്നു. അച്ഛൻ്റെ സേവന കാലഘട്ടം അതിൻ്റെ തുടക്കം മുതൽ ഇന്നോളം അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളാൽ സമ്പന്നമാണ്. മണിക്കടവിൽ വികാരിയായിരുന്ന കാലത്തെ സ്വർണമഴ ഏറെ പ്രസിദ്ധമായൊരു പ്രതിഭാസമായിരുന്നു. അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന നിർമ്മാണ ധനസമാഹരണ പ്രവർത്തനങ്ങളെല്ലാം ദൈവനിശ്ചയത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയതായിരുന്നു എന്നതിന്
തെളിവാണ് അത്. ഞാൻ ചെമ്പേരിയിൽ നിന്ന് സ്ഥലം മാറി പോയത് മണിക്കടവിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ 25 ലക്ഷം രൂപ കടവാണ്, 25 ലക്ഷം രൂപ. അപ്പോൾ അവിടെ ഞാൻ ഈ പള്ളി സ്കൂളും മുറിയെല്ലാം പണിത് കാഴ്ചകളും പണിത് എല്ലാം കഴിഞ്ഞ് 8 ലക്ഷം ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രയും ചെന്നു പിന്നെ തിരിച്ച് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന 8 ലക്ഷം 25 ലക്ഷം രൂപ കടവാണ്. പക്ഷേ നമ്പരം കൂടി ഇത് കണ്ടു, നീ വിഷമിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഇത് വീട്ടാൽ നിന്നെ ഞാൻ അയച്ചേക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പദ്ധതി തുടങ്ങിയത് എങ്ങനെയാണ്, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കുവൈറ്റിൽ നിന്ന് അവിടെ കണ്ട ഒരു നേഴ്സ് എന്നെ വിളിക്കാതെ, നേഴ്സിൻ്റെ അമ്മയെ ഞാൻ വേദന പഠിപ്പിച്ചത് ഇരിക്കാൻ പറ്റുന്നത്, ആനിമ എന്ന് പറയും. അവളുടെ മകളാണ് നിഷയെ വിളിക്കുന്നത്. എൻ്റെ കല്യാണം 28 വയസ്സായി നടക്കുന്നില്ല, എനിക്ക് ഇവിടെയുള്ളൊരു ചെറുക്കനെ കിട്ടണം, അത് ആഗ്രഹം. അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറേ പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിയിൽ പറഞ്ഞു, നമ്മുടെ ഒരു നേഴ്സ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക, അവിടെ ആഗ്രഹിച്ചു അവിടെ തന്നെ ഒരു ജോലിക്കാരനെ കിട്ടണമെന്നേ ഉള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടി. അവിടെ തന്നെ നല്ല ഒറ്റ ചെറുക്കനേ ഉള്ളൂ, 2 നില വീട്. അങ്ങനെ നല്ല, ഞാൻ കുടിയാമനുള്ള സ്കൂളിൽ പഠിച്ചുകൊണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് അവനെ ഞാൻ അറിയാം, അവൻ്റെ അപ്പനൊക്കെ അറിയുന്ന ഞങ്ങളുടെ ഈ രൂപതയിലെ ഒരു അച്ഛൻ്റെ ചേട്ടൻ്റെ മകനാണ് അവന്. ഇത് ഇവരൊക്കെ അർഹതപ്പെട്ടത് കൂടുതലാണെന്ന് മനസ്സിലായി അവർക്ക്, ഇവർക്ക്. ഏതായാലും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷത്തോടെ ഈ കല്യാണം ഉറച്ചപ്പോൾ തന്നെ ഈ പെണ്ണിൻ്റെ അമ്മ ആനിമ്മ അവൾ 1 പവൻ കൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് 1 പവൻ കിട്ടി. അത് കഴിഞ്ഞ് ഒത്തുകല്യാണം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് തന്നെ അവിടെ കയ്യെ കിടന്ന് 1 പവൻ്റെ വളവ് വരുത്തുന്നത്. ഇപ്പോൾ 2 എണ്ണമായി. അപ്പോൾ ഞാൻ പിറ്റേ ഞായറാഴ്ച പള്ളിയിൽ പറഞ്ഞിങ്ങനെ സ്വർണ്ണമഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ നിൽക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ നിന്നിട്ടില്ല, അത് അത്ഭുതം കേട്ടോ. ഞാൻ പോരുന്ന തലേ ആഴ്ച വരെയും ഒരിക്കൽ പോലും നിന്നിട്ടില്ല. ഒരാഴ്ചയിൽ ആൾക്കാർ കാത്തിരിക്കും ഈ ആഴ്ച സ്വർണ്ണമഴ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. പക്ഷേ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 1/2 പവൻ്റെ, ചിലപ്പോൾ 1 പവൻ്റെ, ചിലപ്പോൾ 2 പവൻ്റെ, ചിലപ്പോൾ 3 പവൻ്റെ. അപ്പോൾ ഇങ്ങനെ മോതിരമൊക്കെ കിട്ടുമ്പോൾ ചില ഈ കാപ്പവനൊക്കെ ആയി പോകുന്നേ. അന്നേരം ഞാൻ പറയും ഈ ആഴ്ച തൂളുമഴ പെയ്തുള്ളൂ, അടുത്ത ആഴ്ച കനത്ത മഴ വരുമെന്ന്. അങ്ങനെ ഏതായാലും കടം മുഴുവൻ തീർന്നു. അപ്പോൾ ദൈവം ഇതൊരു പദ്ധതികളെ. പിന്നെ സ്നേഹമഴ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കരിസ്മാറ്റിക്കാരെ അവർ തുടങ്ങിയതാണ്. അവിടെ ദശാംശം മാറ്റി വെച്ച് ഒരു 10-100 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടേ കൊടുക്കാൻ തുടങ്ങി. അത് പള്ളി പറയാമെന്ന് ചോദിച്ചാൽ പള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പ്രോത്സാഹിപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ അനാഥ 1500 പേർക്കും മാസത്തിലൊരിക്കൽ ഇറച്ചി സഹിതം ഭക്ഷണം ഉണ്ടാക്കി വണ്ടിയെ കൊണ്ട് വിളഞ്ഞു കൊടുക്കും. അതാണ് സ്നേഹമഴ. പിന്നെ വചനമഴ, അവർക്കെല്ലാം സൗജന്യമായിട്ട് വചനോത്സവം എല്ലാവർക്കും കൊടുക്കുകയുണ്ടായി. പൗരോഹിത്യത്തിൻ്റെ അധികാരങ്ങൾ വളരെ വലുതാണ്. ഈ ലോകത്തിൻ്റെ അധീശത്വങ്ങൾക്കും മനുഷ്യനെ അസഹ്യപ്പെടുത്തുന്ന ക്ഷുദ്രശക്തികൾക്കുമെല്ലാം മീതെയാണ് അത്. സഭയുടെയും പുരോഹിതൻ്റെയും ദൈവിക മാനത്തെ ചോദ്യം ചെയ്യുകയും മറുതലിക്കുകയും ചെയ്യുന്നവർക്ക് മുന്നിൽ ഇത്തരം അധികാരങ്ങൾ പ്രയോഗിക്കപ്പെടുമ്പോൾ അത് പലപ്പോഴും മാനസാന്തരങ്ങൾക്ക് കാരണമായി മാറും. നരിപ്പാറയച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛൻ ആർജിച്ചിട്ടുള്ള ജനസമ്മതിക്ക് പിന്നിലും അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും ഒപ്പം വലിയ ബോധ്യത്തിൻ്റെ പിൻബലത്തോടെയുള്ള ഇടപെടലുകളും ഉണ്ടായിരുന്നു. അച്ഛൻ ഇരുന്ന ഒരു ഇടവകയിൽ അന്വേഷിച്ചപ്പോൾ ഓട്ടൂർമ എന്ന് പറഞ്ഞ ഒരു പ്രാണിയുണ്ടല്ലോ, അതിനെ ഓടിച്ചു വിട്ട ഒരു ചെറിയ സാക്ഷ്യം പറയുന്നത്. ചട്ടമല എന്നൊരു സ്ഥലത്തൊരു പള്ളി വെച്ച് മാതാവിൻ്റെ നാമത്തില് തോമാപുരത്തിൻ്റെ കുരിശുപള്ളിയാണ് ചട്ടമല. അവിടെ കുരിശുപള്ളി വെച്ചിട്ട് ഇങ്ങനെ സ്ഥലം മേടിച്ച് പള്ളി വെച്ചതാണ്. പെട്ടെന്ന് തന്നെ ആക്കി 1 വർഷം കൊണ്ട് ഇങ്ങനെ. അപ്പോൾ എല്ലാവരും സഹകരണം വേണമല്ലോ. മലയുടെ മുകളിലാണ് വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാർ, പിള്ളേരൊക്കെ വേദപാഠം കഴിഞ്ഞ് കഴിയുമ്പോൾ 2-3-4 മണിയൊക്കെ ആവും വിശ്രമിക്കുന്നു. അതങ്ങനെ ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരുത്തന് സഹകരിച്ചില്ല. 5000 രൂപ ഏറ്റവും കൂടി വരും, അതേ ഉള്ളൂ. ഇഷ്ടമുള്ളതെന്നാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടമുള്ള തുക പറയിപ്പിക്കുക. അപ്പോൾ ഒരുത്തൻ മാത്രം അവൻ ഉദ്ദേശിച്ച സ്ഥലത്തല്ല പള്ളി വെച്ചെന്ന് തന്നില്ല. വെഞ്ചരിപ്പ് കഴിഞ്ഞിട്ട് ആദ്യത്തെ പുത്തരിത്തിരുന്നാണ് അവിടെ തേങ്ങായ അടയ്ക്കായ എല്ലാം ഇങ്ങനെ മലപോലെ കൂട്ടിരിക്കുക. ആദ്യത്തെ ആവേശമല്ല. അപ്പോൾ ഇവന് അത് അടയ്ക്ക ലേലം വിളിക്കാൻ വന്നു. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഞാൻ പൈസ എന്താ ഒറ്റ പൈസ തന്നിട്ടില്ല. ലേലം വിളിക്കാൻ പോയി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഓട്ടർമ പൊതിഞ്ഞിരിക്കുക, ഭക്ഷണം പോലും കഴിക്കാൻ വിഷമാണ്. ഈ ഒരു ചെറിയ പ്രാണി, കറുത്ത ഒരു ചെറിയ പ്രാണി ഓട്ടർമ. അപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ടിങ്ങനെ ചാഴിയൊക്കെ വിലക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് തീപ്പെട്ടിക്ക് അത് ചാഴിയെ പിടിച്ചുകൊണ്ട് വന്നാൽ ചാഴിയെ വിലക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ പുസ്തകത്തിൽ വെഞ്ചരിപ്പിൻ്റെ. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കൊണ്ട് വിട്ടക്കാൻ പറഞ്ഞാൽ ആ കൂടെ എല്ലാ ചാഴിയും കൂടെ പൊക്കോളും, ശല്യം പോകുമായിരുന്നു. ഇത് ഞാൻ തമാശ പോലെ പറഞ്ഞു അതിനോട് കാര്യം.
ഇപ്പോൾ കുറേ നാടൊന്നും പ്രയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞേ. പക്ഷേ അവന് പിറ്റേ ദിവസം തീപ്പെട്ടിക്കകത്ത് വോട്ടറുമേ പിടിച്ചുകൊണ്ട് വന്നു. ഏതായാലും അത് വെച്ച് പ്രാർത്ഥിച്ചു, അവൻ കൊണ്ട് വിട്ടു, എല്ലാം പോയി അവന് ഭയങ്കര മാനസാന്തരമായി. പിറ്റേ ദിവസം ഈ 5000 തരാനുള്ള പുള്ളി 7500 രൂപ കൊണ്ട് വന്നു. അതാണ് വൈകല്യം മാറിയാൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. വന്നു, അവൻ്റെ മനസ്സിൻ്റെ വൈകല്യം മാറി. അപ്പോൾ നമ്മൾ കുടിശ്ശികയ്ക്ക് വിളിച്ചാതല്ലേ കിട്ടുള്ളൂ, അത് പിന്നെ കല്യാണത്തൊക്കെയല്ലേ കിട്ടുള്ളൂ. അവന് കൊച്ചുണ്ടായിട്ട് അഭിപ്രായമായിട്ടില്ല, അപ്പോൾ കിട്ടിയിട്ട് കാര്യമില്ല. ഇതിപ്പോൾ അന്നേരം തന്നെ കിട്ടി. എക്കാലവും സഭാംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് സംശയത്തിൻ്റെയും വിരോധത്തിൻ്റെയും വിഷവിത്തുകളെ വിതയ്ക്കുന്ന ചില അബദ്ധപ്രചാരകർ നമുക്കിടയിലുണ്ട്. വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തും തെറ്റായ പഠനങ്ങൾ പ്രചരിപ്പിച്ചും അവർ അനേകരെ വഴിതെറ്റിക്കുന്നു. സാധാരണക്കാരായ വിശ്വാസികൾക്ക് വചനത്തിലും ദൈവശാസ്ത്രത്തിലുമുള്ള അറിവ് കുറവിനെ മുതലെടുക്കുകയാണ് പലപ്പോഴും ഇത്തരക്കാർ ചെയ്യുക. ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറെ അബദ്ധ പഠനങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ നരിപ്പാറയച്ചൻ മുന്നിട്ടിറങ്ങിയിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് ലഭിച്ച പ്രചോദനം വഴിയായി അദ്ദേഹം രചിച്ച ഒരു ഗ്രന്ഥം ഏറെ പ്രശസ്തമാണ്. ഇതിനോടകം പല ഭാഷകളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ആ പുസ്തകം നിങ്ങൾ ചോദിച്ചതും നിങ്ങളോട് ചോദിച്ചതും എന്ന പേരിൽ മലയാളത്തിലും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. സ്കൂളിലെ കുട്ടികളുടെ ലഘുലേഖ കിട്ടി, 12 ചോദ്യം, അതിന് ഉത്തരം. അവരുടെ ഹെഡിങ് ഇങ്ങനെയാണ്: POC ബൈബിൾ എന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചില സുപ്രധാന ചോദ്യങ്ങൾ എന്ന് എഴുതിയ POC ബൈബിൾ എന്നുള്ള സുപ്രധാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെ. അത് POC നേട്ട കത്തോലിക്കയെ പറ്റിക്കാൻ വേണ്ടിയാണ്. അത് വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക് എതിരായിട്ടുള്ളതാണെന്ന്. പാലായിൽ നിന്ന് കണ്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ അതിന് ഒരു ഉദാഹരണം പറയാൻ അതിനകത്ത് എഴുതിയിരുന്നത്, അച്ഛന്മാർക്ക് പാപം കഴിഞ്ഞ അധികാരമില്ല. ഉടനെ തന്നെ കൊട്ടേഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർ പെരുവരുത്തുകൊണ്ട് പറഞ്ഞു, ദൈവത്തിനല്ല മറ്റ് ആർക്കാണ് പാപം മോചിക്കാൻ അധികാരം. തലതാലുവെ കെട്ടി ഇറക്കിയപ്പോൾ ഈശോ പറഞ്ഞു, അവരിത് പറഞ്ഞപ്പോഴേ ഇവരെ പെരുവരുത്ത് കഴിഞ്ഞപ്പോൾ അച്ഛനും മറുപടി പറഞ്ഞു, ഈശോ ഇത് പാപം മോചിക്കാൻ എനിക്ക് അധികാരം നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പറയുന്നു, തലവാദ വഴി എഴുന്നേറ്റ് കട്ടെടുത്ത് വീട്ടിൽ പോകാനേ. അപ്പോൾ അവിടെ വെച്ച് തന്നെ പാപം അധികാരം തെളിയിക്കുക. അതും എല്ലാം മറച്ചു വെച്ചിട്ട് ഇതിനകത്തും ബൈബിൾ മുറിച്ച് അല്ല ബൈബിൾ മുറിച്ച് പറയുന്നത് ദൈവത്താൻ്റെ പരിപാടി. അതുകൊണ്ട് ഞാൻ മറുപടി എഴുതാൻ തീരുമാനിച്ചത്. പിന്നെ വായിച്ച് നോക്കിയിട്ട് 6 മാസം ബൈബിൾ വായിച്ചു, അത് വർഷകാലം മുഴുവൻ. അപ്പോൾ ചോദ്യം ഇട്ട് വെച്ച് വായിച്ച ഉത്തരം കിട്ടും. അങ്ങനെ അത് ഇടയായത്. ഇപ്പോൾ അത് ആദ്യം ലഘുലേഖയായിട്ട് ഈ കൺവെൻഷനെല്ലാം കൊടുക്കുകയായിരുന്നു. പിന്നെ വർഗീസിന് അതിൽ ജീവജ്വാല കുടിപ്പിച്ചു, നായകംരാജിന് വചനോത്സവത്തിൽ കൊടുത്തു. അവസാനം കടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ പുസ്തകങ്ങളാക്കി. നമ്മുടെ ബെന്നി പിന്നത്ര തന്നെയാണ് പുസ്തകം എഴുതാൻ പറയുന്നത്. അന്ന് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇംഗ്ലീഷിലെ എഡീഷൻ നമ്മുടെ കല്യാൺ ബിഷപ്പ് അവിടെ ബോംബെയിൽ നിന്ന് അല്ലെ ചിറ്റലപ്പള്ളി പിതാവ് അന്ന് ആ കാലത്ത് തന്നെ ഞാൻ കൺവെൻഷന് പോയല്ലോ അവിടെ. അപ്പോൾ ഈ പുസ്തകം കണ്ടപ്പോൾ അവിടെ തലച്ചെറിയ അച്ഛൻ അന്ന് അവിടുത്തെ വികാരി ജനറാണ്, പുള്ളിക്കാരൻ അത് ഒരുപാട് പുസ്തകമൊക്കെ ആക്കി കൊടുത്തു അവിടെ. പിന്നെ ഒരു മനുഷ്യൻ കണ്ണടയിലും പ്രസിദ്ധീകരിച്ചു. എൺപതുകളുടെ അവസാനം മുതൽ ഏറെ വർഷം ഒരു വചനപ്രഘോഷകൻ എന്ന നിലയിൽ മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനായിരുന്നു നരിപ്പാറയച്ചൻ. അക്കാലങ്ങളിൽ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിരുന്ന ഏറെ കൺവെൻഷനുകളിൽ നരിപ്പാറയച്ചനും പങ്കുചേർന്നിരുന്നു. ഒരു ഇടവക വികാരി എന്ന ശ്രേഷ്ഠമായ സ്ഥാനത്തിനൊപ്പം ദൈവം തനിക്ക് നൽകിയ തിരിച്ചറിവുകളെ ഇടവകാംഗങ്ങൾക്ക് പകർന്നു നൽകിയിരുന്നതിനു പുറമെ ലോകത്തിന് വെളിച്ചമേകുവാനും ദൈവം അദ്ദേഹത്തിനുമേൽ കൃപ ചൊരിഞ്ഞു. ആ കാലങ്ങളിൽ തന്നെ ഏതാനും വർഷങ്ങൾ അദ്ദേഹം തലശ്ശേരി മൈനർ സെമിനാരിയിൽ അധ്യാപകനുമായിരുന്നു. ആ വർഷങ്ങളിലെല്ലാം ദൈവം തന്നെ പ്രത്യേകമാംവിധം വഴി നടത്തിയിരുന്നത് അച്ഛൻ സ്മരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സുവിശേഷം പ്രസംഗിക്കാൻ ചാൻസ് കിട്ടുന്ന അച്ഛനോട് പോകുന്നതാണ്. നായികമ്പഴത്തിനോട് ലക്ഷങ്ങൾ. അതുകൊണ്ട് എനിക്കതിന് താല്പര്യമുണ്ടായി. കാസർഗോഡ് തിരുവനന്തപുരം വരെ പോയി, പിന്നെ ബോംബെ ബാംഗ്ലൂരായിട്ട് അതൊക്കെ പോകാൻ ചാൻസ് ഉണ്ടായി. അങ്ങനെ
അത് ഏറ്റവും വലുത് മറൈൻ ഡ്രൈവിലെ കൺവെൻഷൻ്റെയാണ്. 2-3-4 ഈ ലക്ഷം. വചന പ്രഘോഷണ വേദിയിലേക്ക് പോകാനുള്ള ഒരു പ്രേരണ ഉണ്ടായത് എങ്ങനെയാണ്? അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവിടെ അത് ഈ 25 വർഷം ഞാൻ അച്ഛനായിട്ട് 25 വർഷമാകുന്നു. 89-ൽ. അപ്പോൾ 50 വയസ്സുമായി. അപ്പോൾ കുളത്തുവയലിൽ കൂടെ ഒന്ന് പോയി ഊരാച്ചുണ്ടി പോയ സമയത്ത് അപ്പോൾ അവിടുത്തെ സിസ്റ്റർ ഡെന്നീസ്, ഞാൻ ആദ്യം തുടങ്ങിയ മേരിയിലെ മഠത്തിലെ സിസ്റ്ററായിരുന്നു. അപ്പോൾ ഇവിടെ അച്ഛന്മാരുടെ ധ്യാനം വരുന്നുണ്ട്, ഞാൻ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ തമ്പുരാൻ അതിലൂടെ കയറ്റി ബുക്ക് ചെയ്യിച്ചതാണ്. ആ ധ്യാനം കൂടിയപ്പോഴാണ് ശരിക്കും ഒരു നവീകരണത്തിൻ്റെ നമ്മുടെ കാപ്പിൽ ജ്യൂസ് തന്നെ കൗൺസിലിംഗ് നടത്തി. പിന്നെ വർക്കിച്ചൻ്റെ ധ്യാനം എൻ്റെ പുത്തൂർ പാപ്പൻ്റെ ആ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് അത് വലിയ അനുഭവമായി. അതുകൊണ്ട് അവിടെ മുതലാണ് പിന്നെ വർക്കിച്ചനെ പ്രോത്സാഹിപ്പിച്ചു. ഈ വചന പ്രഘോഷണ പരിപാടികളുമായിട്ട് തുടരുമ്പോഴും വികാരിയായിട്ട് ഇടവകയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. അത് പിന്നെ കൂടുതൽ പോകാൻ വേണ്ടി ചാൻസ് ഉണ്ടായത് നമ്മുടെ സെമിനാരി പഠിപ്പിക്കാൻ വന്നപ്പോഴാണ്. തലശ്ശേരി അപ്പോൾ ഇഷ്ടം പോലെ അച്ഛന്മാരുണ്ട്. പിന്നെ ഈ കൺവെൻഷൻ്റെ എല്ലാം അവസാനം വ്യാഴാഴ്ച സെമിനാരി അവധിയാണ്. അപ്പോൾ രാവിലെ തലേദിവസം വൈകിട്ട് പോകും. ഇവിടെ തലേദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് 4 മണിക്ക് കഴിയുമല്ലോ. ട്രെയിൻ കയറി കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെയും പോകാം, എറണാകുളത്ത് ഇറങ്ങാം, എല്ലായിടത്തും ഇറങ്ങാം. അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ട്രെയിൻ കയറി നേരം മുടക്കുമ്പോൾ തലശ്ശേരിയിലെത്താം. അവിടുത്തെ ക്ലാസ് മുടക്കമില്ല. അപ്പോൾ ആർക്കും മുടക്കമില്ലാതെ ഇങ്ങനെ പോകാൻ ദൈവം അത് വഴി ഒരുക്കിയതാണ്. ഞാൻ ചെന്നപ്പോൾ ഒരുക്കിയതാണ്, ഞാൻ പറയാതെ ഒരുക്കിയതാണ്. ഞാൻ ചെല്ലുന്നവരെ ശനിയാഴ്ചയായിരുന്നു അവധി. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി കുടിച്ച് കഴിയുമ്പോൾ വ്യാഴാഴ്ച അവധിയാക്കേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ഓരോ പദ്ധതികളെ. അച്ഛൻ്റെ കൺവെൻഷനുകളിലൊക്കെ അച്ഛൻ പോട്ടെ ആയി ബന്ധപ്പെട്ട ഒരു പാട്ട് ഇങ്ങനെ പാടി. കുടിയാമല കൺവെൻഷൻ അവസാനിച്ചപ്പം ആളുകൾ ഇനി പിരിഞ്ഞു പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നു. 18 കിലോമീറ്റർ നടന്നു വന്നവരൊക്കെ ഉണ്ട്. അതുപോലെ ആളെ എല്ലാ വീട്ടിലും ഒരു 19 പേര് താമസിക്കാൻ, സ്കൂൾ നിറച്ച് എല്ലായിടത്തും ഇങ്ങനെ ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു അത്. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു സംസാരിക്കാൻ കഴിവില്ലാന്നൊരു കുട്ടിയും കുറേ വർഷമായിട്ട് 10-18 വർഷങ്ങളായിരുന്നു തോന്നുന്നു. ആ കുട്ടി അവസാന ദിവസം സംസാരിച്ചു. ഞാൻ അറിയുന്നതായിരുന്നു, നെല്ലിക്കാൻ മലയാളിയായിരുന്നു, ഷൈലമ്മ, ഹിന്ദു കുട്ടിയായിരുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു വലിയ അത്ഭുതം ഉണ്ടായത്. ഉച്ച സമയത്ത് ഞാൻ കയറി പോരുമ്പോൾ ഇവർ അവിടെ താമസിക്കുക. അപ്പോൾ ഞാൻ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കില്ല, ചെവി കേൾക്കി പറയത്തില്ല. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്നേ, ഇങ്ങനെ കാണിച്ചില്ലെന്നേ. അപ്പോൾ ഉച്ച വരെ ആയില്ല. തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും വലിയ ബഹളം കാണുന്നുണ്ട്. നായകന്മാർ വെച്ചാൽ ഈ കൊച്ചിനെ മൈക്കിൽ കൂടെ പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്നുണ്ട്, ഏറ്റു പറയുന്നുണ്ട്. അതാണ് അവിടുത്തെ അവസാനത്തെ വലിയ അത്ഭുതമായിട്ട്. 15 വർഷത്തിലൊക്കെ ഉണ്ടായിരുന്നു, പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു പാട്ട് പാടി. അത് പിന്നെ ഹിറ്റായി പോയത്. നേരത്തെ കൂട്ടി ആലോചിക്കാതെ വന്നതാണ്, പ്രവചനങ്ങൾ ആലോചിക്കാതിരുന്ന. നമ്മുടെ നാവ് തമ്പുരാൻ ഏറ്റെടുക്കുന്ന സമയമാണ് ചില സമയത്ത്. അത് നിറവേറി കാണാൻ പറ്റി എനിക്കും. ഇതാണ് പാട്ട്. പോട്ടെ പോട്ടെ പോട്ടയ്ക്ക് പോട്ടെ, പാട്ടും പാടി പോട്ടയ്ക്ക് പോട്ടെ, മോചനം തേടി പോട്ടെ പോട്ടെ പോട്ടയ്ക്ക് പോട്ടെ, ശാന്തിയും തേടി സൗഖ്യവും തേടി പോട്ടെ പോട്ടെ പോട്ടയ്ക്ക് പോട്ടെ. ഈ പാട്ട് പാടിയൊക്കെ പോയി. പിന്നെ എല്ലാ കൺവെൻഷനിലും അവസാനം ഞാനിത് പാടുമായിരുന്നു. എല്ലാവരും ഏറ്റു പാടുകയും ചെയ്യുമായിരുന്നു. സെമിനാരി കാലത്ത് ഇപ്പോൾ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തത് ഇപ്പം നവീകരണത്തിൻ്റെ ഏറ്റവും മുന്തിയ ഒരു സമയമായിരുന്നു അത്. 92 മുതൽ ഈ 2000 വരെ, അല്ലെങ്കിൽ 90 മുതൽ 2000 വരെ ഒരു അനുഗ്രഹത്തിൻ്റെ വർഷങ്ങൾ. ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത വർഷങ്ങളായിരുന്നു നമുക്ക് ദൈവ അനുഗ്രഹം. അപ്പോൾ ആ സമയത്ത് അവിടെ ആയിരിക്കാൻ സാധിച്ചതിൽ ഈ സെമിനാരിക്കാർ ഈ വചനാധിഷ്ഠിതമായിട്ട് പഠിപ്പിക്കുക. എല്ലാ ദിവസവും ഒരു വചനം പഠിക്കണം വരാൻ പറയും. ക്ലാസ്സിലെല്ലാം ചെല്ലുമ്പോഴും ബൈബിൾ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നമ്മൾ തന്നെ ഓരോ എല്ലാ ദിവസവും എന്തെങ്കിലും സന്ദേശങ്ങൾ, അനുഭവങ്ങൾ നമുക്ക് കിട്ടും ബൈബിൾ വായിക്കുമ്പോഴേ. മറ്റൊന്നും വായിക്കാനില്ലായിരിക്കുക, ബൈബിൾ മാത്രമേ വായനയുള്ളൂ. നോവൽ വായിക്കുന്നവർ രസകരമായിട്ട് തന്നെ ബൈബിൾ വായിച്ചാൽ മടുപ്പില്ല, എത്ര വായിച്ചാലും. മുഴുവൻ സമയം വായിക്കും. അതനുസരിച്ചുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നു വചനാധിഷ്ഠിതമായിട്ട്. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ എറണാകുളത്ത് പോയപ്പോഴൊരു കഥ പിള്ളേരുടെയും. ദൈവം മുഖം നോക്കുകയെന്നൊരു വാക്യമുണ്ട്. ദൈവം മുഖം നോക്കുന്നില്ല ആരുടെയും, ഉള്ള പോലെ എല്ലാവർക്കും അല്ലേ അർഹതപ്പെട്ട് കൊടുക്കുകയല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എറണാകുളത്ത് മറൈൻ ഡ്രൈവ് കൺവെൻഷൻ പങ്കെടുക്കാൻ പോവുക. ചെന്ന് കഴിഞ്ഞപ്പോൾ തലശ്ശേരി ചെന്നപ്പോഴത്തേക്കും ട്രെയിനിൽ പോയി, ബസ്സുകളെല്ലാം പോയി. പിന്നെ ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എവിടെയോ ഒരു സ്റ്റേറ്റ് ബസ് കേടായി കിടന്നത് നന്നാക്കി വന്നു. അപ്പോൾ എനിക്ക് എളുപ്പമായി അതേ കയറി കിടന്ന് ഉറങ്ങിപ്പോകാം. കോഴിക്കോട് വരെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ അവിടെ ചെന്ന് എന്നാൽ ഇനി എങ്ങനെ ചെയ്യും. അപ്പോൾ ഒരു സ്റ്റേറ്റ് ബസ് ഇങ്ങനെ എറണാകുളത്ത് പുറപ്പെടാൻ വേണ്ടി റെഡിയായി നിറഞ്ഞിരിക്കുക. നിന്നിട്ടായാലും പോകണമല്ലോ കൺവെൻഷൻ്റെ. ഇത് കണക്കാക്കിയിട്ട് ഓടിച്ചെന്ന് കയറി.
ഇതിൻ്റെ ഇടയിൽ കൂടെ ചെന്ന് കയറി നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു സീറ്റ് ആളില്ലാതിരിക്കുക. ഞാൻ പിന്നെ ഏതായാലും തക്കാലം അവിടെ ഇരിക്കുക, ആൾ വരുമ്പോൾ ഏറ്റു കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഞാൻ ഇരിക്കാമെന്നുണ്ടേ. അപ്പോൾ ഞാൻ കയറി ഇരുന്ന് പാടെ കണ്ടക്ടർ മണി അടിച്ച് വണ്ടി വിട്ട് പൊക്കോളാൻ പറഞ്ഞു. മറ്റേ ആൾ ഏതാണ്ട് ഈ കൂപ്പൺ എടുക്കാണ്ട് ചെയ്യലേ, കൂപ്പൺ എടുത്തിട്ട് ചായ കുടിക്കാൻ പോയതാണ്. പുള്ളിയോട് പറയാൻ വന്നേക്കാൻ പറഞ്ഞ കണ്ടക്ടർ വിട്ടു. അപ്പോൾ ഞാനിത് പിള്ളേരോട് ഒന്ന് പറഞ്ഞു, ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു സൗകര്യം കിട്ടിയത്, സുവിശേഷം പറയാൻ പോകുമ്പോൾ തമ്പുരാൻ്റെ കയ്യില്ല ഏൽപ്പിച്ചിട്ട് തമ്പുരാൻ നമ്മളെ അവിടെ സീറ്റൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയെന്ന് പറഞ്ഞു. മദ്യാസക്തിക്കും മദ്യവ്യാപാരത്തിനുമെതിരായുള്ള പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും നരിപ്പാറയച്ചൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു മേഖലയാണ്. തന്നാലാവുന്ന എല്ലാ രീതിയിലും ശക്തമായ സാമൂഹിക ഇടപെടലുകൾ നടത്തിയിരുന്ന അച്ഛൻ മദ്യനിരോധന രംഗത്തും ശ്രദ്ധേയമായ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചു. ഒരു രൂപത മുഴുവൻ മാതൃകയാക്കിയ സമരപരിപാടികളിലൂടെ അധികൃതരുടെയും പൊതുജനത്തിൻ്റെയും കണ്ണു തുറപ്പിക്കുവാൻ അദ്ദേഹത്തിനായിരുന്നു. ചാട്ടവാറേന്തിയ ക്രിസ്തുവിനെ അനുസ്മരിപ്പിക്കുന്ന തീഷ്ണ സ്വഭാവമായിരുന്നു സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായി ഇടപെട്ട അച്ഛനുണ്ടായിരുന്നത്. മദ്യനിരോധന വർഷമായിട്ട് പ്രഖ്യാപിച്ച് 78 വള്ളപ്പള്ളി പിതാവ്. പുളിക്കലിൽ ഒരു ഷാപ്പിന് 2 ഉപഷാപ്പേ പാടുള്ളൂ. അപ്പോൾ എൻ്റെ ഇടവ തന്നെ 11 ഉണ്ട്. ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരെല്ലാം കൂടെ ഈ ഉപഷാപ്പിൽ ചെന്നിട്ട് ലൈസൻസ് കാണിക്കാൻ പറഞ്ഞു. ലൈസൻസ് ഒന്നും ഇല്ലല്ലോ, ഇല്ലെങ്കിൽ അടയ്ക്കാൻ പറഞ്ഞു. അടപ്പിച്ചു. ഒറ്റ ദിവസം കൊണ്ട് 11 ഉപഷാപ്പ് അടപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മെയിൻ ഷാപ്പ് പള്ളിക്കൂടി തൊട്ടായിരിക്കുന്നത്, 400 മീറ്റർ അകലെ മാറ്റണം എന്നാണ്. അതിനുവേണ്ടിയാണ് ജൂലൈ 16-ാം തീയതി ആ പള്ളി ഒറ്റ കുർബാന വെച്ച് 2000 പേരെയും കൊണ്ട് പോയി ടിക്കറ്റ് നടത്താൻ വേണ്ടി. പക്ഷേ നേരിടാൻ വേണ്ടി കോൺട്രാക്ട് 10-100 പോലീസുകാരും കൂടെ നിൽപ്പുണ്ട്, തോക്കും ഒക്കെ ആയിട്ട്. പക്ഷേ അവർക്കാർക്കും ധൈര്യം കിട്ടി. അവർ മേശ കൊണ്ടുപോയിട്ട് അതിന് മുകളിൽ കയറുന്ന പ്രസംഗിച്ചു. പോലീസ് നിയമപാലകരാണ്, നിയമം തെറ്റിക്കുന്നവരൊക്കെ കാവൽ നിൽക്കാൻ പോലീസ് നാണമില്ലേ, അതവർ കുറിച്ചുകൊണ്ടു. ധൈര്യമുണ്ടെങ്കിൽ എന്നെ വെടിവെക്കാൻ പറഞ്ഞു. ഞാൻ നിയമം പാലിക്കാൻ പറയുന്നയാളെയാണ്. ആർക്കിട്ട് വെടിവെക്കേണ്ടത്, നിയമം ലംഘിക്കുന്നവർക്കിട്ടാണോ നിയമം പാലിക്കുന്നവർക്കിട്ടാണോന്ന്. അപ്പം അവരുടെ ആത്മവീര്യം പോയി. അപ്പോൾ സത്യത്തിന് വെടിയുണ്ടൊക്കെ ശക്തി ഉണ്ടെന്ന് മനസ്സിലായി. അന്ന് തന്നെ അടച്ചുപൂട്ടി. അത് വള്ളപ്പിതാൻ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ ഒരു നോട്ടീസൊക്കെ അയച്ചു കൊടുത്ത് എല്ലാ പള്ളിയിലും അയച്ചു കൊടുക്കാൻ പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കത്തിക്കയറി സമരം. ഭരണങ്ങാനത്തിനടുത്ത് ചെമ്മലമറ്റത്താണ് അച്ഛൻ്റെ തറവാട്. ഏറെ ദൂരെയുള്ള തൻ്റെ പ്രവർത്തന മേഖലയിൽ വ്യാപൃതനെങ്കിലും ഇടയ്ക്കിടെ അച്ഛൻ തൻ്റെ കുടുംബത്തിലേക്ക് ഓടിയെത്തുന്നു. 94 വയസ്സായ അമ്മയും സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളും അച്ഛൻ്റെ സ്നേഹ സാന്നിധ്യത്തെ അഭിലഷിച്ചുകൊണ്ട് അവിടെ കാത്തിരിക്കുന്നു. 96-കാരനായിരുന്ന പിതാവ് അടുത്ത നാളിലാണ് സ്വർഗത്തിലേക്ക് യാത്രയായത്. തൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും എന്നും പകർന്നു നൽകിയ പിന്തുണയും പ്രാർത്ഥനയും പ്രചോദനവും തൻ്റെ സമർപ്പിത ജീവിതത്തിൽ വിലയേറിയതായിരുന്നുവെന്ന് അച്ഛൻ സ്മരിക്കുന്നു. ചെറുപ്പം മുതൽ അടുത്തിടപഴകിയിരുന്ന ഗുരുസ്ഥാനീയരായ ഏറെ പേരും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾക്കു പിന്നിൽ വിളക്ക് തെളിയിച്ചവരാണ്. പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടെങ്കിലും തോന്നുന്നുണ്ടോ? കുടുംബത്തിലെ അപ്പനും അമ്മയോടാണ് ഏറ്റവും കടപ്പാട്. അവർ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല ഉപദേശം തന്ന് ആ മാതൃക തന്നുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനുശേഷം എൻ്റെ കൈപ്പിമ്പിലാക്കച്ഛനും ഞാൻ പറഞ്ഞല്ലോ, അച്ഛനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അച്ഛനാണ് വിളിച്ചു വരുത്തി എനിക്ക് എഴുതി തന്നത്. പിന്നെ അച്ഛൻ അതുപോലെ എന്നെ സ്നേഹിച്ചു ചെല്ലുമ്പോഴെല്ലാം. അച്ഛനെ പറ്റി കൊണ്ട് എനിക്കും പറയാൻ, ഞാൻ അവിടെ പോയി അച്ഛൻ മരിച്ചിട്ട് കേട്ടപാടെ പോയി രാത്രി 1 മണിക്ക് അവിടെ ചെന്ന് അച്ഛൻ ഒപ്പിച്ച് ചെല്ലി. പിറ്റേ ദിവസം 12 മണി വരെ അവിടെ പോയിരുന്നു. അപ്പോൾ അച്ഛനെ പറ്റി 2 വാക്ക് ഞാനും പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ ചെല്ലുമ്പോഴെല്ലാം അച്ഛനെ അടുത്തൊരു ദിവസം പോയി താമസിക്കും. അപ്പോൾ അച്ഛൻ ഒരു മുറിയേ ഉള്ളൂ. ആ മുറിയിൽ തന്നെ എന്നെയും കിടത്തി, ഒരു കക്കൂസേ ഉള്ളൂ, അതിനകത്ത് എന്നെ കുളിക്കാൻ പറ്റേ. അപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ പാൻറ് ഊരിയിട്ടിനകത്ത് മുള്ളറിഞ്ഞാണ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പണ്ടേ ഒരു കമ്പി കൊണ്ട് വളച്ച ഒരു സാധനം ഇങ്ങനെ, അതായത് ദേഹത്ത് കൊണ്ട് വേദനിക്കാൻ വേണ്ടി മുള്ളറിഞ്ഞാണ് ധരിച്ചു. ഒരു വിശുദ്ധനായ അച്ഛനെ എനിക്കല്ലേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അച്ഛനാരും കാണിച്ചിട്ടില്ല, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അത് കാണാൻ പറ്റി. അച്ഛൻ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുള്ള ചെരുപ്പിടാതെ നടക്കുന്നത്, അങ്ങനെ ഒരാൾ പലകപ്പുറത്താണ് കിടന്നത്. 100 വർഷമേ അനാഥ ബന്ധത്തിൽ വൃദ്ധമന്ദിരത്തിൽ താമസിച്ച് അവർ കഴിക്കുന്നത് അച്ഛൻ കഴിക്കുള്ളൂ.
അങ്ങനെ ഒരാളെ അതൊരു വലിയ മാതൃക എനിക്ക് എൻ്റെ ഒരു ഗുരുവായിട്ട് തന്നെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന ആളാണ് അദ്ദേഹം, പാവപ്പെട്ടവർ ജീവിച്ച ആളാണ്. അതുകൊണ്ട് നമുക്ക് അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും എന്നെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും പാവപ്പെട്ട അച്ഛനാക്കണം. അത് ഞാൻ എല്ലായിടത്തും നിറവേറ്റിയിട്ടുണ്ട് പറ്റുന്ന. ചെമ്പേരി പള്ളി പണിതെങ്കിൽ അവസാനത്തെ 2 കൊല്ലം കണ്ട പള്ളിയും കൂടിയും അതുവരെയും ഇടവകയിൽപ്പെട്ട മുഴുവൻ പാവപ്പെട്ട് പോയിട്ട് ആക്കിയ ശേഷമാണ് പള്ളി പണി തുടങ്ങിയത്. അതുപോലെ ആ ഇടവകയിലെ അവിവാഹിതരായ പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന മുഴുവൻ പെൺപിള്ളേരുടെയും കല്യാണം നടത്തി. ഇങ്ങനെ നമ്മൾ ആ ചിന്ത അവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് അച്ഛൻ്റെ മാതൃക അനുസരിച്ച് അദ്ദേഹം ബൈബിൾ വാക്യങ്ങൾ സ്വാധീനിച്ച് പറയുകയാണല്ലേ, അതൊക്കെ നമുക്ക് ആത്മരക്ഷ സർവ്വപ്രധാനം. ലോകം മുഴുവൻ ആത്മരക്ഷപ്പെട്ട ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടത്. ആ ആത്മരക്ഷയാണ് നമ്മൾ അച്ഛൻ നേടിക്കൊടുക്കാൻ പറ്റുന്നത്. അച്ഛന് മാത്രമേ പറ്റുള്ളൂ പാപം മോചിക്കാനേ. അതുകൊണ്ട് അച്ഛനായ കാരണമായി. ബഹുമാനപ്പെട്ട ജോർജ് നരിപ്പാറ അച്ഛൻ്റെ ജീവിത വീഥികളിലൂടെ ഒരു പുനഃപ്രയാണം നടത്തുമ്പോൾ കർത്താവിന് എക്കാലവും വിശ്വസ്തനായിരുന്ന ഒരു പുരോഹിതന്റെ വിസ്മയകരമായ ഒരു ചിത്രം മുന്നിൽ തെളിയുന്നു. ദൈവം ദാനമായി നൽകിയ താലന്തുകളെ ഓരോന്നിനെയും ശ്രദ്ധാപൂർവം വിനിയോഗിച്ചുകൊണ്ട് തനിക്കുമേലുള്ള ദൈവഹിതത്തെ നിറവേറ്റുവാൻ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ച ഈ ശ്രേഷ്ഠ വൈദികൻ ദൈവവിളിയെ തിരിച്ചറിയുവാനും അതനുസരിച്ച് വിശ്വസ്തതാപൂർവം ജീവിക്കുവാനും നമുക്ക് പ്രചോദനമേകട്ടെ.